ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നമസ്കാരം. ഏകദേശം ഒരു 20ഓളം പാർട്ടിസിപ്പൻസ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ജോബ് അസിസ്റ്റൻസ് വെർട്ടിക്കലായ കണക്റ്റിംഗ് ജോബ്സിന്റെ കീഴിലുള്ള ഫസ്റ്റ് വർക്ക്ഷോപ്പാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്, റെസ്യൂം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട്. നമുക്ക് ഓൾറെഡി ഒരുപാട് അപ്ലിക്കൻസ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരുടെ CV റിവ്യൂ ചെയ്തപ്പോൾ നമുക്ക് തോന്നിയതാണ് നമുക്ക് ആദ്യം എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത് ഒരു റെസ്യൂം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്. പല റെസ്യൂംസിലും നമ്മുടെ കെയർലെസ്നെസ്സിന് കാരണം വരുന്ന ഒരുപാട് മിസ്റ്റേക്സ്, റെലവെന്റ് അല്ലാത്ത ഇൻഫർമേഷൻസ് ഒരുപാട് വരുന്ന കേസസ്, അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് റെസ്യൂംസ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ നമുക്ക് നല്ലൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ HR-ന്റെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ല റെസ്യൂംസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഖില ചന്ദ്രനാണ്. അഖില നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് സെന്ററിന്റെ R&D കൺവീനറാണ്. അതേപോലെ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന IT കമ്പനി സൃഷ്ടി ഇന്നോവേറ്റീവിലെ കോർപ്പറേറ്റ് ട്രെയിനറാണ്. നമ്മുടെ കഴിഞ്ഞ കൊച്ചി മീറ്റപ്പിൽ വളരെ രസകരമായ രീതിയിൽ സെഷൻ എടുത്ത, നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് സെഷൻ എടുത്ത ശ്രീ വിഷ്ണുപ്രസാദിന്റെ ടീംമേറ്റും കൂടിയാണ് അഖില. നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഓഫർ ചെയ്ത് ഫസ്റ്റ് മുന്നോട്ട് വന്നതും വിഷ്ണുപ്രസാദും ടീമും ആയിരുന്നു. സോ ലെറ്റ്സ് ഓൾ വെൽക്കം മിസ് അഖില ചന്ദ്രൻ ഫോർ ദ സെഷൻ. വെൽക്കം അഖില. Thank you, ma'am. Thank you so much. Yeah, so start ചെയ്യാലോ അല്ലേ മാം? സ്റ്റാർട്ട് ചെയ്യാലോ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. സോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. സോ എന്റെ പേര് മാം ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ അഖില ചന്ദ്രൻ, ആൻഡ് 1.5 years ആയിട്ട് ഞാൻ ഇവിടെ സൃഷ്ടി ഇന്നോവേറ്റീവിലാണ്, ടെക്നോ പാർക്കിലാണ്. സോ അതിലെ ടീം ഇൻസ്പയർ നമ്മളെല്ലാവരും ഇപ്പോൾ മാം മെൻഷൻ ചെയ്തതുപോലെ വിഷ്ണു പ്രസാദ് സാറിന്റെ ടീമിലാണ്. സോ നമ്മൾ എല്ലാവരും ടീം ഇൻസ്പയർ എന്ന് പറയുന്ന ഇതുപോലുള്ള ട്രെയിനിങ്, പ്ലേസ്മെന്റ് ട്രെയിനിങ്, ഫർദർ ലീഡർഷിപ്പ് ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ, ലൈഫ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ടീമിലെ ഒരു എന്താ പറയാ മെമ്പറാണ്. ആൻഡ് മാം മെൻഷൻ ചെയ്തതുപോലെ നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെ ട്രെയിനിങ് ഓർഗനൈസേഷനിലെ ഒരു ആക്റ്റീവ് ട്രെയിനർ കൂടിയാണ്. ആൻഡ് എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, സോ ഞാൻ ഗ്രാജുവേഷൻ സൈക്കോളജിയിലാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ PG ഡിപ്ലോമയും കഴിഞ്ഞിട്ടുണ്ട് സൈക്കോളജിയിൽ. സോ ഐ എം എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഓൾസോ. സോ ഇതാണ് എന്നെ കുറിച്ചുള്ള ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. സോ നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോവാം. ഞാനിപ്പോ പ്രസന്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ. യെസ്, വിസിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് റെസ്യൂം ബിൽഡിംഗ് എന്ന് പറയുന്നത് ആദ്യമേ ഞാൻ പറയട്ടെ, ഒരു ആർട്ട് തന്നെയാണ്. ആർട്ട് ഓഫ് ബിൽഡിംഗ് പ്രൊഫഷണൽ റെസ്യൂംസ് എന്നാണ് ഞാൻ എന്റെ ടോപ്പിക് പറഞ്ഞേക്കുന്നത്. വൈ? ബിക്കോസ് റെസ്യൂം ബിൽഡ് ചെയ്യുന്നത് ഒരു ആർട്ടാണ്. നമ്മൾക്ക് എന്താ പറയാ, എളുപ്പത്തില് ചെയ്ത് തീർത്തങ്ങ് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ ഇന്റർവ്യൂസും, ഏതൊരു ഇന്റർവ്യൂ ആവട്ടെ, ഏതൊരു ജോബ് ആവട്ടെ, നമ്മൾ ജോബ് എന്ന് പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് കാണുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നമ്മളുടെ റെസ്യൂം എന്ന് പറയുന്നത്. സോ അതിൽ എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം നന്നായിട്ട് നമ്മുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നുണ്ടോ, അത്രയും ചാൻസ് നമുക്ക് കൂടും എന്തിലേക്ക് സെലക്റ്റഡ് ആവാനുള്ള, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടും. ഓക്കെ, നമ്മൾ ചിലപ്പോൾ 1-to-1 സംസാരിക്കാൻ ഭയങ്കര അടിപൊളിയായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ പോയി അവിടെ നമ്മൾ ഡയറക്റ്റ് പെർഫോം ചെയ്യാനും എന്താ പറയാ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ സാധിക്കും. പക്ഷെ ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്റർവ്യൂ കോൾ വരിക എന്നുള്ള കാര്യം പലർക്കും ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ അതെങ്ങനെ സ്മൂത്ത് ആക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ഈ ഒരു റെസ്യൂം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇന്റർവ്യൂ സ്കിൽസ് എന്ന് പറഞ്ഞാലും നമ്മൾ പറയുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്കായിരിക്കും അതിൽ അപ്ഡേഷൻസ് വരുന്നത്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ നമ്മളുടെ റെസ്യൂമേയും നമ്മുടെ സ്കിൽസും അപ്ഡേറ്റഡ് ആയില്ല എങ്കിൽ
നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്ഥാനത്ത് നിന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകേണ്ടി വരും. സോ നമ്മൾ എപ്പോഴും റെസ്യൂം ബിൽഡിംഗ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് കാണുക. സോ ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ സെഷന്റെ ഐ തിങ്ക് ആ ഒരു ഷെയർ ചെയ്ത ഇതിൽ തന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ റെസ്യൂം സിവിയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. ഈ ഒരു സെഷനിൽ ഇരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഇതിന്റെ ഡിഫറൻസും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവെയർ ആയിരിക്കും. അങ്ങനെയുള്ളവർ ഇതൊരു പ്രാക്ടീസ് ആയിട്ടും ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രഷപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലാതെ പല പുതുതായിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് എങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്ക് പിന്നെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഷെയർ ചെയ്ത മെസ്സേജിൽ പറയുന്നത് പോലെ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് റെസ്യൂമും സിവിയും തമ്മിലുള്ള ഡിഫറൻസസ് പറയും. ആൻഡ് അതിനോടൊപ്പം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റെസ്യൂമേസ് ഏതൊക്കെയാണെന്ന് പറയും. അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നുള്ളത്. ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് സബ്ഹെഡിങ്സ് ആണ് നമ്മളൊരു റെസ്യൂമേയിൽ വേണ്ടത് എന്നുള്ളതും കൂടി ഡീൽ ചെയ്യും. ഓക്കെ, ലാസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ തിങ്സ് ടു റിമെമ്പർ പറഞ്ഞ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കും. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വേർഡ് പറയാം. ഓക്കെ, ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യം ടൈപ്പ് ചെയ്തിട്ടാൽ മതി, ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ ഓക്കെ, എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പോവാം. ഓക്കെ, ഞാനിപ്പോ ഒരു വാക്ക് പറയും. ആ വാക്കല്ല നിങ്ങൾ ഇടേണ്ടത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ടത്. ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത്, ചിലപ്പോൾ ഒരു ഇമേജ് ആയിരിക്കാം, ചിലപ്പോൾ വേറൊരു വാക്കായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം, ചെയ്യുന്ന പ്രവൃത്തി ആയിരിക്കാം, എന്തായാലും അത് ടൈപ്പ് ചെയ്യുക, ഇടുക. ഓക്കെ, ശരി, ഞാൻ പറയാൻ പോകുന്ന വാക്ക് ചൂടാണ്. ചൂട്, ഹോട്ട്. ചൂടെന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായാലും അറിയാം നിങ്ങൾക്ക് ആ ഒരു ക്ലൈമറ്റ് ചൂടാണ്. ചൂട് മാറി രാത്രിയാകുമ്പോൾ ചിലപ്പോൾ തണുപ്പ് വരും, വീണ്ടും ചൂട് വരും. സോ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ചൂട് ചായ. ശരി, ടീ. ഓക്കെ, ജ്യൂസ്, ഹോട്ട് ജ്യൂസ് ആണോ? ഞാൻ ഹോട്ട് ആൻഡ് സ്പൈസി ജ്യൂസ് ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ചൂട് കാരണം ജ്യൂസ് കുടിക്കാനുള്ള ടെൻഡൻസി, അങ്ങനെയായിരിക്കും ശ്യാം ഉദ്ദേശിച്ചത്. ചോറ്, ചൂട് ചോറ്. ശരി, രാത്രിത്തെ ആയിരിക്കും. പഴംപൊരി, ബീച്ച്, ഐസ്. ഓക്കെ, വെറൈറ്റി ഓഫ് സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ, മിസ്സമിൽ ഹോട്ടാണ്. ശരി, മിസ്സമിൽ സൺലൈറ്റ്, AC. അതിനെപ്പറ്റി ഞാനും ആലോചിക്കുന്നുണ്ട്. സമ്മർ, സ്വെറ്റ്. ഓക്കെ, ബീഫ്. ആഹാ, ഞാൻ ആദ്യം ബിരിയാണിയാണ് തരാനിരുന്നത്, എന്നിട്ടും ഫുഡിലേക്ക് എത്തി എന്നുള്ളതാണ്. ഓക്കെ, കോഫി, സ്വെറ്റ്. ഓക്കെ, എല്ലാവരും ഉള്ളിൽ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഈ ഒരു ക്ലൈമറ്റിന്റെ ഇതും കൊണ്ടായിരിക്കും. സോ ചൂട് എന്നൊരു ഒറ്റ വാക്കിൽ നമ്മൾ പല കാര്യങ്ങളിലേക്കാണ് പോയത്. അല്ലെങ്കിൽ ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് വേറെ ആയിരുന്നു, ഓരോരുത്തരും ചിന്തിച്ച രീതി വേറെ ആയിരുന്നു, എന്താ പറയാ, ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളും വേറെ ആയിരുന്നു. സോ ഇതുപോലെയാണ് നമ്മൾ റെസ്യൂമെ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് നമുക്ക് ഡിഫറെന്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളെ ഷോക്കേസ് ചെയ്ത് ആ റിക്രൂട്ടർ നമ്മളെ എടുക്കുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ് അതെന്ന് പറയുന്നത്. സോ അവിടെ നല്ല രീതിയിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് ഇതുപോലെ പല വേർഡ്സ് ഉണ്ടാവും, ഇല്ലെങ്കിൽ പല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും, പല സ്കിൽസ് ഉണ്ടാവും, പല എക്സ്പീരിയൻസസ് ഉണ്ടാവും, എല്ലാം ഒത്തിരി ഉണ്ടാവും. ഒറ്റ വാക്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൽ ഏത് വേണം, ഇപ്പൊ നിങ്ങൾ ഒത്തിരി വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഞാൻ ഇന്ന വാക്കുകൾ മാത്രമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്റെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ചായിരിക്കും. സോ അതുപോലെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കും നിങ്ങൾ പറയുന്ന വേർഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന റെസ്യൂമെ ചൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് എങ്ങനെ ആ ഷോർട്ട് ലിസ്റ്റിൽ കയറിപ്പെടാം എന്നുള്ളതാണ് ഡീൽ ചെയ്യുക. സോ ആദ്യം ഞാൻ ഓക്കെ, റെസ്യൂം സിവിയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിൽ ഇത് പൊതുവെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റെസ്യൂമെ, CV, ബയോഡേറ്റ ഒക്കെ കൃത്യമായിട്ട് ചേഞ്ചസും കാര്യങ്ങളും പേർപ്പസും ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്ത് കേട്ടിട്ടുള്ള വാക്കുകളാണ്. റെസ്യൂമെ ആയാലും CV ആയാലും ബയോഡേറ്റ ആയാലും എല്ലാം ഒന്ന് എന്നൊരു ആറ്റിറ്റ്യൂഡ് പൊതുവെ നമ്മുടെ കേരളത്തിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളിലും കുറച്ച് നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയല്ല, ഈവൻ
മാട്രിമോണി എന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചിയുടെ കല്യാണ സമയത്ത് ബ്രോക്കർ ചോദിച്ചത് റെസ്യൂമെയാണ്. ഞാൻ അന്ന് ചോദിച്ചു റെസ്യൂമെ ഇത് എന്താ ഇതിന്റെ പർപ്പസ് എന്താ എന്നുള്ള ആലോചിച്ചിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആസ് എ പ്രൊഫഷണൽ കുറച്ചുകൂടി നന്നായിട്ട് ഇതിന്റെ ഡിഫറൻസും കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിന്റെ ലെങ്ത് ആൻഡ് ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ റെസ്യൂമെ ടിപ്പിക്കലി 2 പേജസ് അല്ലെങ്കിൽ 2 പേജസ് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ വലിച്ചു നീട്ടി നമ്മുടെ റെസ്യൂമെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ സ്കിൽസും എക്സ്പീരിയൻസും അച്ചീവ്മെന്റ്സും ആയിരുന്നു. കുറച്ചു നാൾ മുന്നേ വരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റെസ്യൂമേല് നമ്മുടെ പേര് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ് ആദ്യം വരുന്നത് എഡ്യൂക്കേഷൻ ആയിരുന്നു. എഡ്യൂക്കേഷൻ എന്ത് പഠിച്ചു, എന്തിൽ ഗ്രാജുവേഷൻ ഉണ്ട് എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷെ കറന്റ്ലി അങ്ങനെയല്ല. നിങ്ങൾ ആ പഠിക്കുന്ന ഇപ്പോൾ ഉള്ള കാര്യത്തിൽ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്തത് ആ പെർട്ടിക്കുലർ പൊസിഷന് നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടോ എന്ന് മാത്രമേ ഓർഗനൈസേഷൻസ് നോക്കുന്നുള്ളൂ. സോ റെസ്യൂമേലേക്ക് വരുമ്പോൾ അത് 2 പേജസ് ആയിരിക്കും. സ്കിൽസ് ഓറിയന്റഡും എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിരിക്കും. സി വിയിലേക്ക് വരുമ്പോൾ അതിൽ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. അതിൽ കൂടുതലും ഉണ്ടാവുന്നത് നമ്മുടെ അക്കാഡമിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹിസ്റ്ററി ആയിരിക്കും. ഓക്കെ, മോർ ദാൻ ഈ ഒരു സ്കിൽസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ ഉപരി ഉണ്ടാവുന്നത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ പേർപ്പസിലേക്ക് വരുവാണെങ്കിൽ റെസ്യൂമെ നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു എക്സ്പീരിയൻസും സ്കിൽസ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ റെസ്യൂമെ പൊതുവെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് ജോബ് ആപ്ലിക്കേഷൻസ് ആണ്. സി വിയിലേക്ക് വരുമ്പോൾ അത് അക്കാഡമിക് എഡ്യൂക്കേഷൻ, നമ്മൾ PhD ചെയ്യാണ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പബ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സയന്റിഫിക് റിസർച്ചിന് വേണ്ടി പോവുകയാണ്, MPhil, നമ്മുടെ സ്റ്റിൽ സൈക്കോളജിയിൽ MPhil ഉണ്ട്, ഞാൻ അതാണ് MPhil എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ CV ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതാണ് പേർപ്പസിലേക്ക് വരുമ്പോൾ ഡിഫറൻസ്. കോണ്ടന്റിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സെയിം കാര്യമാണ് വരുന്നത്. പ്രൊഫഷണൽ അച്ചീവ്മെന്റ്, സ്കിൽസ്, ജോബ് റിലേറ്റഡ് എക്സ്പീരിയൻസ് ആണ് റെസ്യൂമെ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ CV വരുമ്പോൾ നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിനകത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും, ഡിഗ്രീസ് ഉണ്ടാവും, റിസർച്ച്, പബ്ലിക്കേഷൻസ്, പ്രൊജക്ട്സ്, പ്രസന്റേഷൻസ്, അവാർഡ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും CV ഉണ്ടാവുക. ഓക്കെ, എന്നാൽ ഇത് നമ്മളിപ്പോ പറഞ്ഞ ഈ സെയിം കാര്യം എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഡിഫറൻസസും അതിനുണ്ട്. സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച്, നമ്മൾ പോകുന്ന സ്ഥലം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ പേർപ്പസും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, റെസ്യൂമെ പൊതുവെ US-ലും കാനഡയിലൊക്കെ ജോബ് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. CV അക്കാഡമിക് പേർപ്പസിന് യൂസ് ചെയ്യുന്നത് പൊതുവെ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് കൺട്രീസിലാണ് പൊതുവെ CV യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള, ഇത് എല്ലാവർക്കും ഐ തിങ്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയത്. സോ അതുകൊണ്ടാണ് ഡിഫറൻസസ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് റെസ്യൂമേലേക്ക് വരാം. ഓക്കെ, നമുക്ക് CV-യേക്കാൾ ഇമ്പോർട്ടന്റ് റെസ്യൂമേ, ജോബ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട്. സോ നമുക്ക് റെസ്യൂമേലേക്ക് വരാം. യെസ്, ബിഫോർ പ്രിപ്പയറിംഗ് ദ റെസ്യൂമെ, നമ്മൾ റെസ്യൂമെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇപ്പോഴും എന്നോട് എന്റെ റെസ്യൂമെ ഉണ്ടാക്കാൻ പറയുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് കാമായിട്ടിരുന്ന് എന്റെ സ്കിൽ സെറ്റും എന്റെ എക്സ്പീരിയൻസും എല്ലാം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് എഴുതിയതിനു ശേഷം മാത്രമായിരിക്കും ഞാൻ എന്റെ റെസ്യൂമേലേക്ക് പോവാ. ഇപ്പൊ പൊതുവെ റെസ്യൂമേക്കാളും ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എന്റെ പ്രൊഫൈലായിരിക്കും. സോ അതും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ റെസ്യൂമെ ബിൽഡ് ചെയ്യാൻ ഇരിക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് എല്ലാം എഴുതി വെക്കുക. മുന്നേ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കോളേജ് ടൈമിൽ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ സ്കൂളിംഗ് ടൈമിൽ ചെയ്തിട്ടുണ്ടാവും. മേ ബി നിങ്ങളുടെ മുന്നത്തെ ജോലിയുടെ സമയത്ത് നിങ്ങൾ ഒത്തിരി ജോബ് റോൾസും ഒത്തിരി ഡ്യൂട്ടീസും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നോട്ട് ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ ഒരു ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ജോലി കയറുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ റെസ്യൂമിൽ ഒന്നും വെക്കാനില്ലല്ലോ, ഇതെല്ലാം ഞാൻ എന്താ വെക്കുക, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ ലിറ്ററലി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമ്മള് ഓക്കെ, എന്റെ വീഡിയോ ഓൺ ആക്കുന്നതാണോ അറിയാൻ ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിച്ചത്, സോറി. ക്യാഷ് ഞാൻ വീഡിയോ ആണോ? ഓക്കെ, സോറി ആ ഒരു ഇന്ററപ്ഷന്. യെസ്, ഓക്കെ, ശരി. ഓക്കെ, നമ്മൾ ആ ഒരു എന്താ പറയാ റെസ്യൂമെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓക്കെ ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി. യെസ്, റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തൊക്കെയാന്ന് കഴിഞ്ഞാൽ, യെസ്, നോ യുവർ സെൽഫ്.
നമ്മളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. നമുക്ക് നമ്മുടെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും എപ്പോഴും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചലഞ്ച് നേരിട്ടു, നിങ്ങളെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, നിങ്ങൾ ഈ ജോലിയിലേക്ക് വന്നാൽ എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാം നമ്മളുമായിട്ട് ബേസ് ചെയ്തിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ നീ എന്നുള്ളത് ഓറിയന്റഡ് ആയിരിക്കും. സോ ഒരു സെൽഫ് അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നതിന്റെ സമയം മുന്നേയും നമുക്ക് എന്താ പറയാ, നമ്മളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. നമുക്ക് എന്തൊക്കെ സ്കിൽ സെറ്റ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോ ദ ജോബ് ഡീറ്റെയിൽസ്. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് അതിൽ കൂടി കടന്നു പോയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ റെസ്യൂമെ അതിനനുസരിച്ച് ടൈലർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉള്ളതാണ്, ഒരു റെസ്യൂമെ ഉണ്ടാക്കും, ഒറ്റ ഒരു റെസ്യൂമെ ഉണ്ടാക്കും, എല്ലാ ജോലിക്കും, ജോലി ഏതുമായിക്കോട്ടെ റെസ്യൂമെ ഇത് മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ പൊതുവെ പോകാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഓരോ ജോലി അനുസരിച്ചും നമ്മളുടെ റെസ്യൂമെ മാറ്റിക്കൊണ്ടിരിക്കുക, അതിലെ ഡീറ്റെയിൽസ് മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് അത്രയും കൂടുതൽ എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരി. എല്ലാവരുടെ കയ്യിലും എല്ലാവരും ഏതൊരു ഇതിലാണെന്നറിയില്ല, ഫോണിലാണെങ്കിൽ ഫോണിൽ പേനയും പേപ്പറും ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ സോട്ട് അനാലിസിസ് ഒന്ന് ചെയ്യുക. ഓക്കെ, SWOT എനിക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും. സോട്ട് അനാലിസിസ് ഒന്ന് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളൊന്ന് സെൽഫായിട്ട് ഒന്ന് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ SWOT, സോട്ട് അനാലിസിസ്. അതിൽ S എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അതെന്തോ ആകാം, അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയ ഏതാന്നുള്ളത്. സോ ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്. ഒത്തിരി എഴുതണ്ട, ഒന്നോ രണ്ടോ എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങളുടെ സ്ട്രെങ്ത് എഴുതുക. W വീക്ക്നെസ് ആണ്, നിങ്ങളുടെ വീക്ക്നെസ് എഴുതുക. ആൻഡ് O നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഏതാണോ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് കരിയർ ആണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ പർട്ടിക്കുലർ ഫീൽഡിൽ നിങ്ങൾക്കുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ത്രെറ്റ്സ്. ഓക്കെ, വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ സൈഡാണ്. എനിക്കുള്ള വീക്ക്നെസ്, ഇപ്പം പൊതുവെ ഞാൻ പറഞ്ഞ കേൾക്കുന്നുള്ള നമ്മളെ വീക്ക്നെസ് ഏതൊക്കെയാണ്, എന്താ പറയാ, ഞാൻ പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും, എനിക്ക് പേഷ്യൻസ് കുറവാണ്, ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും, അങ്ങനെയുള്ള സാധനങ്ങളാണ് വീക്ക്നെസ്. ഇന്റർവ്യൂലേക്ക് വരുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല, അത് ലേറ്റർ ഓൺ ഇനി സെഷൻസ് ഉണ്ടാവും ഇന്റർവ്യൂ സ്കിൽസിന്റെ ഒക്കെ. സോ അതിൽ എങ്ങനെയാണ് അത് പറയേണ്ടത് എന്നുള്ളത് ഡീൽ ചെയ്യും. ഇപ്പൊ ഞാൻ പറയുന്നത് വീക്ക്നെസ് ഇതിൽ പറഞ്ഞു, നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് നിങ്ങൾ സ്വയം എഴുതുന്നതായതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്താൽ. ഓക്കെ, വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ള പോരായ്മകൾ അല്ലെങ്കിൽ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ത്രെറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണലി നമ്മൾക്ക് അഫക്റ്റഡ് ആവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കരിയർ ഓപ്റ്റ് ചെയ്യാൻ പോവാണ്, ആ പെർട്ടിക്കുലർ ഫീൽഡിൽ എന്തുണ്ടാവില്ല, നമുക്കൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല, അതിലേതെങ്കിലും പെർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ലാക്ക് ചെയ്യുന്നുണ്ടാവും, അതിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് നമുക്ക് ലാക്ക് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എക്സ്റ്റേണലി ഉള്ള കാര്യമാണ്, അതാണ് ത്രെറ്റ്സ് എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും ഇതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. SWOT, ഒന്നോ രണ്ടോ മതി. ഒരു സ്ട്രെങ്ത് ആയാലും ഒരു വീക്ക്നെസ് ആയാലും ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ത്രെട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അത് എഴുതി എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു യെസ് ചാറ്റിലിടാം. ഓക്കെ, ഓക്കെ. നിങ്ങൾ എല്ലാവരും ഏത് ബാക്ക്ഗ്രൗണ്ടാ, ഏത് പ്രൊഫഷൻ ആണ്, ജോലി ഫ്രഷർ ആണോ എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. സോ ഫ്രഷേഴ്സും ഉണ്ടാവും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇതിനകത്ത് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കും ഇതും കൂടി മിക്സ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയാ, ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരുണ്ട് എങ്കിൽ അവർക്ക് പല കാര്യങ്ങളും മിസ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഓക്കെ, യെസ്. എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, ഓക്കെ. സോ യെസ്, നിങ്ങളിപ്പോ ചിന്തിച്ചിട്ടുണ്ടാവും, മേ ബി നിങ്ങൾ ഓൾറെഡി നിങ്ങൾ അവെയർ ആയിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി. പക്ഷെ പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ട് ഒരാൾ വിളിച്ചിട്ട് സ്ട്രെങ്ത് എന്താന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഏത് പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓരോ ജോലി അനുസരിച്ചും അതിൽ പറയേണ്ട സ്കിൽ സെറ്റും സ്ട്രെങ്തും നമ്മുടെ എന്താ പറയാ എക്സ്പീരിയൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ട്രെയിനർ ആണ്, കോർപ്പറേറ്റ് ട്രെയിനർ ആണ് എന്റെ ജോബ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റൽസിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. 2-3 months ഹോസ്പിറ്റൽസിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പെർട്ടിക്കുലർ IT ഫീൽഡിൽ ജോലിക്ക് കയറിയുന്ന സമയത്ത് ഞാൻ എന്റെ റെസ്യൂമിൽ ആ ഒരു ഇന്റേൺഷിപ്പ് ആഡ് ആക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല.
വൈ? ബിക്കോസ് ഇവിടെ അതിന് റെലവൻസ് ഇല്ല. ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ, ബട്ട് അത് റെലവെന്റ് അല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ആക്കിയില്ല. പകരം ഞാൻ ആഡ് ആക്കിയത് ഈ നെയ്റ്റർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ ഞാൻ PG ചെയ്യുന്ന സമയത്ത് പാരലലി വർക്ക് ചെയ്യുന്നു. ഒരു 3 years ഓഫ് എന്താ പറയാ ട്രെയിനിങ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആഡ് ആക്കിയിരുന്നത്. സോ അതാണ് ഞാൻ ആ പറഞ്ഞത്, എവിടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ കൺഫ്യൂഷൻ. അത് വ്യക്തമായിട്ട് അറിയാം. യെസ്, യെസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റെസ്യൂമേയിലേക്ക് പോവാം. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 3 ടൈപ്സ് ഓഫ് റെസ്യൂമേ ആണ്. ഇത് 3 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സോ നമുക്ക് 2 ടൈപ്പ് മതി. നിങ്ങൾ IT ഫീൽഡിൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു 2 ടൈപ്പിലേക്ക് നിന്നാൽ മതി. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് ഞാൻ 3 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ 2 ടൈപ്പ് ഓഫ് റെസ്യൂമേ മതി. യെസ്, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ATS ഫ്രണ്ട്ലി റെസ്യൂമേ ആണ്. നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി അറിയായിരിക്കും, വിഷ്വലി പ്ലീസിംഗ് അറിയായിരിക്കും. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ATS ഫ്രണ്ട്ലി, ATSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ആണ്. ഇത് എന്തിനു യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ MNCസിലായിരിക്കും അല്ലെങ്കിൽ അബ്രോഡ്സിലൊക്കെ ജോബ് ആപ്ലിക്കൻസ് വരുന്ന സമയത്ത് ഒന്ന് ഇതാരാ അതിലൊരു വരയിട്ടെ. ഓക്കെ, ശരി. ഓക്കെ, എന്താ പറയാ, അബ്രോഡ്സിൽ അല്ലെങ്കിൽ MNCസിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ജോബ് വേക്കൻസി ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അതിൽ 2500+ ആപ്ലിക്കൻസ് ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ മാസമായിട്ട് അപ്ലൈ ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഈ റിക്രൂട്ടേഴ്സിന് ഇതെല്ലാം മാനുവലി ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിലേക്ക് ബൾക്കായിട്ട് ഈ റെസ്യൂമേസ് എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, കോമ്പാക്റ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നു. സോ എന്തുമായിട്ട് കോമ്പാക്റ്റബിലിറ്റി ചെക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അവരിട്ടിരുന്ന ജോബ് ഡിസ്ക്രിപ്ഷനുമായിട്ട് നമ്മളുടെ റെസ്യൂമെ എത്രത്തോളം കോമ്പാക്റ്റബിൾ ആണ്, എത്രത്തോളം ചേർച്ചയുണ്ട് എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. അതിൽ 75% റിജക്ട് ചെയ്യും, 25% മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ATS ചെയ്യുന്നത് 75% ഓഫ് എലിമിനേഷൻ ആണ് ATS പൊതുവെ ചെയ്യുക. ബാക്കി 25 മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മളുടെ ഉദ്ദേശം ആ 25-നകത്ത് എങ്ങനെ കയറിപ്പെടാം എന്നുള്ളതാണ്. സോ അതിനനുസരിച്ച് നമ്മളുടെ റെസ്യൂമേയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇത് പൊതുവെ യൂസ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞ പോലെ അബ്രോഡ് MNCസിലൊക്കെയാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമേസ് യൂസ് ചെയ്യുക. മോസ്റ്റ്ലി സോഫ്റ്റ് കോപ്പി ആയിരിക്കും, വിച്ച് മീൻസ് എന്താ പറയാ, നമ്മൾ മെയിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പൊതുവെ ATS ആയിരിക്കും. ഇൻഹാൻഡ് കൊണ്ടുപോകുന്നത് വിഷ്വലി പ്ലീസിംഗ് ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. ഇത് ഇൻ ഡീറ്റെയിൽ ആയതുകൊണ്ടാണ്. ഓക്കെ, ആ പോയിന്റിലേക്ക് നമ്മൾ വരാം. സോ ഇത് PDF ഫോമാറ്റ് ആയിരിക്കും. എല്ലാം നമ്മൾ, അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാം PDF ഫോമാറ്റ് ആണല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാവും. എല്ലാം PDF ഫോമാറ്റ് ആണ്. പക്ഷേ ATS ഫ്രണ്ട്ലി റെസ്യൂമേയിലേക്ക് വരുമ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇതിൽ സെലക്ടബിൾ ടെക്സ്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ചില PDF-ൽ നിന്ന് നിങ്ങൾ കോണ്ടന്റ് കോപ്പി ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോണ്ടന്റ് കോപ്പി ആവത്തില്ല. ഓക്കെ, അത് ചില PDF ഫോമാറ്റിന്റെ ഇഷ്യൂ ആണ്. ചിലത് അത് പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത പല ഇഷ്യൂ ഉണ്ടായിരിക്കാം. സോ നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, PDF ഫോർമാറ്റ് ആണെങ്കിൽ ഇങ്ങനെ ആ ഒരു വേർഡ്സ് കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, യെസ്, സെലക്ട് ചെയ്ത് നോക്കുക. സെലക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം അതെന്താവുന്നുണ്ടോ, കോപ്പി ഓപ്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യുക. ഓക്കെ, PDF ഫോമാറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സെലക്ടബിൾ ഫോമാറ്റ് അല്ലെങ്കിൽ സെലക്ടബിൾ ടെക്സ്റ്റ് ആണെന്നുള്ളതും മേക്ക് ഷുവർ ചെയ്യുക ATS ഫ്രണ്ട്ലി റെസ്യൂമേൽ. ഓക്കെ, ദെൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കീവേഡ് ഒപ്റ്റിമൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ റിജക്ഷൻ പ്രോസസ്സിൽ അവർ നോക്കുന്നത് കോമ്പാക്റ്റബിലിറ്റി ആണെന്ന് പറഞ്ഞു. എന്തിന്റെ കോമ്പാക്റ്റബിലിറ്റി എന്ന് ചോദിച്ചാൽ ഈ കീവേഡ്സ് ആണ്. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. സ്കിൽ സെറ്റ് ആയാലും പ്രിഫേർഡ് എക്സ്പീരിയൻസിലായിരിക്കും, പ്രിഫേർഡ് ക്വാളിഫിക്കേഷനിലായാലും കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. ആ കീവേഡ്സ് നമ്മളുടെ റെസ്യൂമേൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അവർ എന്ത് ചെയ്യുന്നത്, കോമ്പാക്റ്റബിലിറ്റി ചെക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ആ ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കീവേഡ്സ് നമ്മളുടെ റെസ്യൂമേൽ സ്റ്റഫ് ചെയ്യാൻ നോക്കുക. സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാൻ എന്തേലും അറിയണം. അറിയാത്ത കാര്യങ്ങൾ സ്റ്റഫ് ചെയ്യരുത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് പാടായിട്ട് വരും. ഞാൻ പറയുന്നത് മാക്സിമം ആ കീവേഡിൽ നിൽക്കാൻ. ഇപ്പൊ ആ സെയിം വാക്ക് തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ ഒരു ഡിഫറെന്റ് രീതിയിലായിരിക്കും നമ്മളുടെ റെസ്യൂമേൽ എഴുതിയേക്കുന്നത്. അങ്ങനെ എഴുതാതെ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന അതേ വേർഡ്സ് എന്ത് ചെയ്യുക, നമ്മുടെ റെസ്യൂമേൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക.
ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റ് ആണ് ടൈലർ യുവർ റെസ്യൂമെ അക്കോർഡിംഗ് ടു ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓരോ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ATS ഫ്രണ്ട്ലി റെസ്യൂമെ മാറ്റിക്കൊണ്ടിരിക്കണം. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു കീവേഡ് ഒപ്റ്റിമൈസേഷൻ പോസിബിൾ അല്ലാതെ വരും. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്ത് ഐക്കൺസ് ഇല്ല, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഇല്ല, റേറ്റിംഗ്സ് ഇല്ല, ഇമേജസ് ഇല്ല, ഒന്നുമില്ല. ഡീറ്റെയിൽസ് മാത്രമാണ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ആണ് ATS എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾക്ക് നമ്മുടെ കഥ മൊത്തം എഴുതാം. ഇപ്പൊ എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ജോബ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ജോബ് റോൾസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്തത്, എന്തൊക്കെ പൊസിഷനിൽ നിന്നിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെസ്യൂമേസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസും സ്കിൽസിനാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ റെസ്യൂമേലേക്ക് വരുമ്പം എക്സ്പീരിയൻസ് സ്കിൽസിനല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും ഇമ്പോർട്ടൻസ്. അതാണ് ഞാനൊരു തേർഡ് ടൈപ്പ് പറഞ്ഞത്. അതാണ് മേജർ ഡിഫറൻസ്. ഓക്കെ, ശരി, ഞാനത് പറഞ്ഞത് കൊണ്ട് ആ ഒരു തേർഡ് ടൈപ്പ് ഓഫ് റെസ്യൂമെ മെൻഷൻ ചെയ്തതാണ്. ഫൈൻ, ശരി. ഇനി എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ATS എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും, സിംഗിൾ കോളം ആയിരിക്കും, വൺ കോളത്തിലായിരിക്കും കവർ ചെയ്യുക. ഇതൊക്കെയാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമയുടെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി നമുക്ക് വിഷ്വലി പ്ലീസിംഗിലേക്ക് വരാം. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കണ്ടാൽ അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാന്നുള്ളതായിരിക്കും. ഇതിനകത്ത് എന്തുണ്ട്, ഇമേജസ് ഉണ്ട്, റേറ്റിംഗ്സ് ഉണ്ട്. ആ സ്കിൽസിൽ കണ്ടാൽ അറിയാം, എല്ലാത്തിനും റേറ്റിംഗ്സ് വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് റേറ്റിംഗ്സ് ഉണ്ടാവും, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരും, ചിലതിൽ ടേബിൾസ് വരും, കോളം ആയിട്ട് എഴുതാൻ പറ്റും, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് വിഷ്വലി പ്ലീസിംഗ് എന്ന് പറയുന്നത്. ഇതും പ്രൈവറ്റ് ജോബ്സിന് തന്നെയാണ്, ബട്ട് MNCസിലേക്കും അബ്രോഡിലേക്കും അല്ല, നമ്മുടെ ഇവിടെയുള്ള കേരള ബേസ്ഡ് ആയിട്ടുള്ള എല്ലായിടത്തും നമുക്ക് ഈ ഒരു റെസ്യൂമെ യൂസ് ചെയ്യാം. ഇതും PDF ഫോർമാറ്റ് ആയിരിക്കും, പക്ഷെ ഇതിൽ ഷോർട്ട് ആൻഡ് കൺസൈസ് ആയിരിക്കും. നേരത്തെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ എന്താണ് നമ്മൾ ഷോർട്ട് ആയിട്ടാണ് വെക്കുന്നത്. ചില വാക്കിൻ ഇന്റർവ്യൂസ് ഉണ്ടാവും. സോ ആ ഒരു വാക്കിൻ ഇന്റർവ്യൂ ടൈമിന് അവരുടെ കയ്യിലൊരു ഇപ്പൊ ഒരു റെസ്യൂമെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അവർ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ റെസ്യൂമേയും ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നുള്ളത്. ഇല്ല, അവരിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ നോക്കും, ഇങ്ങനെ തിരിക്കും. അവർ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഹൈലൈറ്റഡ് ആണോ എന്നുള്ളത് നോക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വലി പ്ലീസിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്കിൽ സെറ്റും കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, പെട്ടെന്ന് യെസ്, ഓക്കെ, ഞാൻ പ്രിഫർ ചെയ്യുന്ന സ്കിൽ ഇതിനകത്തുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് വിഷ്വലി പ്ലീസിങ്ങിന്റെ മേജർ ഡിഫറൻസ്. ഷോർട്ട് ആൻഡ് കൺസൈസ് ആയിരിക്കും, ഇൻഫർമേഷൻ ഹൈലൈറ്റ് ചെയ്യും. ഇതും ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ടൈലർ ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇമേജസ്, ഐക്കൺസ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് എല്ലാം വെക്കാം. ഹൈലൈറ്റ് ചെയ്യാന്നുള്ള പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് എക്സ്പീരിയൻസിനും സ്കിൽസിനും തന്നെയാണ് ഈ ഒരു വിഷ്വലി പ്ലീസിംഗ് റെസ്യൂമേലും ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത് മോസ്റ്റ് പ്രിഫറബിളി എന്തായിരിക്കും, 2 കോളം ആയിരിക്കും. കമ്പൽസറി അല്ല, പക്ഷെ മോസ്റ്റ്ലി നമ്മൾ 2 കോളം ആയിരിക്കും യൂസ് ചെയ്യുക. ഒരു സൈഡിൽ കുറച്ച് അതായത് വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, സിംഗിൾ വേർഡ്സ് വെക്കാൻ പറ്റുന്ന ഒരു സൈഡും, ഒരു സൈഡിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ വെക്കുന്ന ഒരു സൈഡും ഉണ്ടായിരിക്കും. ഓക്കെ, ശരി, ഇത്രയുമാണ് എന്തിലേക്ക് വരുന്നത്, വിഷ്വലി പ്ലീസിംഗ് റെസ്യൂമേലും വരുന്നത്. സോ നമ്മൾ 2 ടൈപ്സ് ഓഫ് റെസ്യൂമേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ് ഓഫ് എ റെസ്യൂമെ. ഒരു റെസ്യൂമേൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ശരി. ഫസ്റ്റ് വരുന്നത് നെയിം ആണ്. നിങ്ങൾ ആ 2 റെസ്യൂമേയും കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നെയിം ആണ് ആദ്യം വരുന്നത്. ഒരു കാര്യം ഓർക്കാം, ഒരു റെസ്യൂമേന്റെ ഹെഡിങ് എന്ന് പറയുന്നത് നെയിം ആണ്. ഞാൻ ഇങ്ങനെ ഒരു റെസ്യൂമെ ഇപ്പൊ വ്യൂ ചെയ്യുകയാണെങ്കിൽ എന്റെ കണ്ണിപ്പെടേണ്ടത് നിങ്ങളുടെ സ്കിൽസ് ഒന്നുമല്ല, നിങ്ങളുടെ പേരാണ്. സോ പേര് ഏറ്റവും വലിയ ഫോണ്ട് സൈസിൽ, ഒരു റെസ്യൂമേയുടെ ഏറ്റവും വലിയ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് അതിലെ നെയിം ആയിരിക്കും. ആ നെയിം ആയിരിക്കണം ബോൾഡ് ആയിട്ട് നിങ്ങളുടെ റെസ്യൂമേയുടെ ഹെഡിങ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, പിന്നെ അതിൽ ചെയ്യുക ഈ ഒരു ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് നെയിം, ഫുൾ നെയിം തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ പൊതുവെ ഒരു ടെൻഡൻസി കണ്ടുവരുന്നത് നെയിം ഇപ്പൊ അഖില ചന്ദ്രൻ, എന്റെ കുറച്ച് നീളമുള്ള പേരാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക, അഖില മേരെ താഴെ ചന്ദ്രൻ, ആ രീതിയിലേക്ക് പോകരുത്. അത് നമുക്കൊരു പ്രൊഫഷണാലിറ്റി തോന്നത്തില്ല. എങ്ങനെയായാലും നിങ്ങൾ ആ ഒരു സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒറ്റ ലൈനിൽ തന്നെ നിങ്ങളുടെ പേര് വെക്കാൻ വേണ്ടി നോക്കുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള റെസ്യൂമെ നിങ്ങൾ എടുത്ത് വെക്കുവാണെങ്കിൽ ഞാൻ പറയുന്നതും നിങ്ങളുടെ റെസ്യൂമിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ശരി. കറക്റ്റ് സ്പെല്ലിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ആണെന്നുള്ളത് എന്താ പറയാ, മേക്ക് ഷുവർ ചെയ്യുക. ഈ ഇടയ്ക്ക് എന്റെ ഫ്രണ്ട് ഇവയിലായിരുന്നു, ആൾക്കൊരു 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ആള് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് അക്സെഞ്ചറിലേക്ക് എന്തോ അപ്ലൈ ചെയ്തിട്ട്
റിജക്റ്റ് ആയിരുന്നു, റെസ്യൂമെ റിജക്റ്റ് ആയിരുന്നു. അത് മെയിൽ വന്ന സമയത്ത് നമുക്ക് ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. MNC ഒക്കെ ആണെങ്കിൽ, വലിയ കമ്പനി ആണെങ്കിൽ ഓൾറെഡി നമുക്ക് എന്താ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ട് റിജക്റ്റ് ആയി എന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്പെല്ലിംഗ് എറർ ആയിരുന്നു. ഓക്കെ, വെറും ഒരു സ്പെല്ലിംഗ് സമ്മറി എന്ന് വെച്ചതിൽ 2 M ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് പറഞ്ഞത്. വൈ? ബിക്കോസ് ആളുടെ സ്കിൽ സെറ്റിൽ ആളുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് വെച്ചിരുന്നു. സോ ഇത്രയും അറ്റൻഷൻ ടു ഡീറ്റെയിൽ സ്കിൽ ഉള്ള ആള് സ്വന്തം റെസ്യൂമേയിൽ ഈ ഒരു സ്പെല്ലിംഗ് എറർ മനസ്സിലാക്കാണ്ട് എങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് വന്നിരുന്നത്. സോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒത്തിരി ഇതുപോലെ ആപ്ലിക്കേഷൻസ് വരുന്ന കമ്പനീസ് ആണെങ്കിൽ ഒരു കുഞ്ഞു മിസ്റ്റേക്ക് വരെ നമ്മളെ റിജക്ട് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോകാം. യെസ്, സെക്കൻഡിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. കോണ്ടാക്ട് ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് കോണ്ടാക്ട് ഡീറ്റെയിൽസിന് മുന്നേ നമുക്കൊരു കാര്യം ഡീൽ ചെയ്യുകയാണെങ്കിൽ നെയിം കഴിഞ്ഞ് നമുക്ക് ഡെസിഗ്നേഷൻ എന്നുള്ള ഒരു കാര്യം വെക്കാം. ഓക്കെ, സോ എന്തിനാണ് ഈ ഒരു ഡെസിഗ്നേഷൻ വെക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോ ജോലി കിട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഡെസിഗ്നേഷൻ വരിക, പിന്നെ എങ്ങനെ പൊസിഷൻ വരിക എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വലി പ്ലീസിംഗിന്റെ ഒക്കെ സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ആ റെസ്യൂമെ മൊത്തം ഗോ ത്രൂ ചെയ്താലായിരിക്കും ചിലപ്പോൾ റിക്രൂട്ടറിന് മനസ്സിലാവുക. നേരെ മറിച്ച് നിങ്ങളുടെ പേരിന്റെ താഴെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അല്ലെങ്കിൽ ജൂനിയർ HR സ്പെഷ്യലിസ്റ്റ് എന്നോ, ഇല്ലെങ്കിൽ ഏത് പോസ്റ്റ്, നിങ്ങൾ ഏത് പോസ്റ്റ്, പർട്ടിക്കുലർ ജൂനിയർ ഫിനാൻസ് അനലിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, സോ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യുക, പേര് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ അതിനേക്കാൾ ചെറിയ ഫോണ്ട് സൈസിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഉണ്ടാവുക. ആൻഡ് ദെൻ നമുക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ ഫോൺ നമ്പർ ഒക്കെ വെക്കും, കൃത്യമായിട്ട് വെക്കും. പക്ഷെ മിക്കവരും ഏരിയ കോഡ് വെക്കാറില്ല. നമ്മുടെ കൺട്രി കോഡ് +91 എന്നുള്ള കൺട്രി കോഡ് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തേക്കുക. അതിനോടൊപ്പം വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം ഇൻകമിംഗ് കോൾസ്. ഞാൻ റിക്രൂട്ട്മെന്റിൽ അല്ലെങ്കിൽ കോൾ ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു നമ്പറും വിളിച്ചാൽ കിട്ടില്ല. എല്ലാത്തിലും നിങ്ങൾ വിളിക്കുന്നതിലേക്ക് ഇൻകമിംഗ് കോൾസ് കട്ടായി കിടക്കുകയാണ്. ആ രീതിയിലായിരിക്കും പറയാം. ഞാനൊരു എന്തൊക്കെ പറഞ്ഞാലും ഒരു റിക്രൂട്ടർ ഒരു എന്താ പറയാ റെസ്യൂമിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അവര് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു തവണ വിളിക്കും, 2 തവണ വിളിക്കും, 3 തവണ കഷ്ടിച്ച് വിളിച്ചാലായി, ഇല്ലെങ്കിൽ അവർ അടുത്ത റെസ്യൂമെ നോക്കി പോകും. സോ നമ്മള് റെസ്യൂമൊക്കെ ആർട്ട് ഓഫ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യും, പക്ഷെ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ വെക്കും. അങ്ങനെ കോൾ വരാത്ത കേസസും ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും ഫോൺ നമ്പർ വെക്കുമ്പോൾ ഇൻകമിംഗ് കോൾസ് വരുന്നത് തന്നെ വയ്ക്കുക. ആൻഡ് നിങ്ങളുടെ പ്രൊഫഷണൽ ഇമെയിൽ അഡ്രസ്സ് വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഇവിടെ കുറച്ചുകൂടി ഫ്രഷേഴ്സ് ആണ് നമ്മുടെ എന്താ പറയാ ഓഫീസിൽ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ, കോളേജസിലൊക്കെ പോകുമ്പോൾ ഇരിക്കുക. അപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു ഇമെയിലിന്റെ രീതി, മെയിൽ ID-യുടെ രീതി എന്ന് പറയുന്നത് ദ കൂൾ ഗായ്, ദ വൈറ്റ് ലയൺ, ദ സ്പെക്ടാക്കുലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും വരുന്നത്. സോ അങ്ങനെയുള്ളത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ബട്ട് ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ റെസ്യൂമേൽ മെയിൽ ID, ഇമെയിൽ അഡ്രസ്സ് മാറ്റി വെക്കുക. നിങ്ങളുടെ പേര് 1 നമ്പർ @gmail.com എന്നുള്ളത് കുറച്ചുകൂടി പ്രൊഫഷണൽ, നിങ്ങളൊരു ജോലി എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഒരു പ്രൊഫഷണൽ ആണ് എന്നൊരു ഇമ്പാക്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ വെക്കുക, റെലവെന്റ് ആണെങ്കിൽ വെക്കുക. പിന്നെ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രം ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് പോയാൽ മതി. ആൻഡ് ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വെക്കാം. പിന്നെ വെക്കുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സിലേക്ക് വരുമ്പോഴത്തേക്കും മുന്നേ ഫുൾ അഡ്രസ്സ് വെക്കുമായിരുന്നു വിത്ത് പിൻകോഡ്. ഇപ്പൊ അങ്ങനെ വെക്കാറില്ല, ലൊക്കേഷൻ ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ആണ് വെക്കാറ്. വയ്ക്കുന്നത് തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതായത് അഡ്രസ്സ് വെക്കുന്നത്, ഫുൾ അഡ്രസ്സ് വെക്കുന്നത് അപ്പൊ തെറ്റാണോ, അഡ്രസ്സ് വെക്കാൻ പാടില്ലേ? നോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് അഡ്രസ്സ് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ബട്ട് പ്രിഫർ ചെയ്യുന്നത്, ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുന്നത് ലൊക്കേഷൻ ആണ്. ഓക്കെ, ശരി. ഇനി നമ്മള് മെയിൻലി കാണുന്ന ഒരു പ്രധാന കാര്യമാണ് എബൌട്ട് മീ, കരിയർ ഒബ്ജക്റ്റീവ്, പ്രൊഫഷണൽ സമ്മറി. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എന്ത് വേണോ യൂസ് ചെയ്യാം, അത് തെറ്റില്ല. പക്ഷെ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് പ്രൊഫഷണൽ സമ്മറിയാണ്, കുറച്ചുകൂടി ബെറ്റർ പ്രൊഫഷണൽ സമ്മറിയാണ്. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എബൌട്ട് മീ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചാണ് പറയുന്നത്, കൃത്യമായിട്ട് നമ്മൾ മാത്രം. ഓക്കെ, കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നേടണം, 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഇതാകും, 3 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി വേണം, ആ രീതിയിലാണ് വെക്കുക.
പ്രൊഫഷണൽ സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ് ചെറുതായിട്ട് പറയുന്നുണ്ടാകും, നമ്മളുടെ എക്സ്പെർട്ടൈസ്, കീ സ്ട്രെങ്ത്, ആസ്പിറേഷൻസ് ഒക്കെ പറയുന്നുണ്ടാവും. ആൻഡ് എന്തുകൊണ്ട് ഞാൻ യുണീക്ക് ആകുന്നു, ഈ ഓർഗനൈസേഷനിൽ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും വയ്ക്കാം. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഏതൊരു ഓർഗനൈസേഷൻ ആവട്ടെ, ഫാമിലി എന്തെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് ആ ഓർഗനൈസേഷന് എന്ത് ഉപയോഗമുണ്ട് എന്നുള്ളതായിരിക്കും അവർ നോക്കുക. നിങ്ങളുടെ കരിയർ ഒബ്ജക്റ്റീവോ നിങ്ങൾ ആരോ അതൊന്നും അല്ല അവർക്ക് ഇമ്പോർട്ടൻസ്, എന്താണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ പ്രൊഫഷണൽ സമ്മറി പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലേക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാറ്റ് GPT യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ മതി, ഇന്നൊരു ജോബ് പൊസിഷനിലേക്ക് യൂസിങ് മൈ സ്കിൽ സെറ്റ്, എന്നിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റ് കൊടുക്കുക, ഒരു പ്രൊഫഷണൽ സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. സോ യു വിൽ ഗെറ്റ് എ റെഫറൻസ്. ഓക്കെ, ഒരു റെഫറൻസ് കിട്ടും, അത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്, അതിൽ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ സമ്മറി യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസിനാണ് ഇമ്പോർട്ടൻസ്. എക്സ്പീരിയൻസ് വരുമ്പോൾ വർക്ക് എക്സ്പീരിയൻസ്, പ്രൊജക്ട് എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എല്ലാം വരാം. പ്രൊജക്ട്സ് എന്ന് മാത്രം വെക്കരുത്, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രൊജക്റ്റിൽ പറയുന്നത്. സോ അത് പ്രൊജക്ട് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യാം. ഇതെല്ലാം ഓരോ സബ് ഹെഡിങ് ആയിട്ട് യൂസ് ചെയ്യാമേ. വർക്ക് എക്സ്പീരിയൻസ് സെപ്പറേറ്റ് യൂസ് ചെയ്യാം, പ്രൊജക്ട് എക്സ്പീരിയൻസ് സെപ്പറേറ്റ് സബ് ഹെഡിങ് ആണ്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസും സെപ്പറേറ്റ് സബ് ഹെഡിങ് ആണ്. ഓക്കെ, സോ ഇത് വയ്ക്കുന്ന സമയത്ത് ഒരു രീതിയുണ്ട്. അങ്ങനെ വെറുതെ നമ്മൾ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ വയ്ക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്ത ഓർഗനൈസേഷൻ വയ്ക്കുന്നു, നിങ്ങളുടെ പേര്, അങ്ങനെ അല്ലാണ്ട് വയ്ക്കേണ്ട രീതി ആദ്യം നിങ്ങളുടെ ജോബ് ടൈറ്റിൽ വയ്ക്കുക. നിങ്ങൾ ഏതൊരു പൊസിഷനിലാണോ വർക്ക് ചെയ്തത് അതാണ് നിങ്ങളുടെ ജോബ് ടൈറ്റിൽ. ചിലപ്പോൾ നിങ്ങൾ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നുള്ളതായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക ഫിനാൻസ് അനലിസ്റ്റ്, ഞാൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ്, ഏതാണോ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ അത് ആദ്യം വയ്ക്കുക. എന്നിട്ട് കമ്പനി നെയിം വിത്ത് ലൊക്കേഷൻ വയ്ക്കുക. പിന്നെ നമ്മുടേതാണെങ്കിൽ സൃഷ്ടി ഇന്നോവേറ്റീവ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ടെക്നോപാർക്ക് ട്രിവാൻഡ്രം എന്നുള്ള ലൊക്കേഷനും കൂടി ആഡ് ചെയ്യുന്ന തരത്തിലേക്ക് വയ്ക്കുക. സോ ആദ്യം ജോബ് ടൈറ്റിൽ, രണ്ടാമത് കമ്പനി നെയിം, എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഡ്യൂറേഷൻ വെക്കാം, എത്ര നാൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തു, ഈ പെർട്ടിക്കുലർ മന്ത് ആൻഡ് ഇയർ തൊട്ട് ഈ പെർട്ടിക്കുലർ മന്ത് ആൻഡ് ഇയർ വരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർ മാത്രം മെൻഷൻ ചെയ്താൽ മതി. എന്തായാലും ഡ്യൂറേഷൻ വെക്കുക. അവിടെ നിങ്ങൾ എന്തൊക്കെ 2-3 അക്കംപ്ലിഷ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ATSലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 4-5 സ്റ്റേറ്റ്മെന്റ്സ് വെക്കാം. എന്നാൽ വിഷ്വലി പ്ലീസിംഗിലേക്ക് വരുവാണെങ്കിൽ 2-3 മതിയാകും. അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, കീ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾ അവിടെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തിട്ടുണ്ട്, അവിടെ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്, അവിടെ എന്തൊക്കെ ജോബ് റോൾസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ടാസ്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അക്കംപ്ലിഷ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ് വെക്കാം. ഓക്കെ, ഇന്റേൺഷിപ്പ് ആണെങ്കിലും ഇതേ രീതിയിൽ, ഇതേ ഫോർമാറ്റിൽ, ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ HR ഇന്റേൺ, എന്നിട്ട് ആ കമ്പനി നെയിം വയ്ക്കുക, അവിടെ എന്തൊക്കെ ജോബ് റോൾസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെക്കാം. ഓക്കെ, പ്രൊജക്ട്സ് ആണ് എങ്കിൽ ആദ്യം പ്രൊജക്ടിന്റെ ടൈറ്റിൽ വെക്കുക, പ്രൊജക്ടിന്റെ ടൈറ്റിൽ മാത്രം വെക്കുക, പിന്നെ ഡ്യൂറേഷൻ വെക്കുക, എത്ര നാൾ കൊണ്ട് ആ പ്രൊജക്ട് ചെയ്തു, അത് കഴിഞ്ഞ് പ്രൊജക്ട് ഡീറ്റെയിൽസ് വെക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ടീം പ്രൊജക്ട് ആയിരുന്നോ ഇൻഡിവിജ്വൽ പ്രൊജക്ട് ആയിരുന്നോ എന്നുള്ള ഡീറ്റെയിൽസ് വെക്കാം. പിന്നെ അത് എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റിലേക്ക് വെക്കാം. യെസ്, ഇതാണ് പ്രൊജക്റ്റും അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ്, ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് വരുന്നത്. ഇനി കീ സ്കിൽസ് ആണ്. കീ സ്കിൽസ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ ഇതിൽ വെക്കാതെ 2 ഹെഡിങ് ആയിട്ട് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. സോഫ്റ്റ് സ്കിൽസും വെക്കാം, ടെക്നിക്കൽ സ്കിൽസും വെക്കാം. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്കുള്ള സോഫ്റ്റ് സ്കിൽസ്, ലൈഫ് സ്കിൽസ് ആണ്. ഇപ്പോ എന്താ പറയുക, ടീം പ്ലെയർ, ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കർ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ളതെല്ലാം നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലാണ്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കിൽ ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു 3-4 സ്കിൽസ് വെക്കുക. ഒത്തിരി കൂടുതൽ വെക്കരുത്, ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടും. ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി നിങ്ങളുടെ ആ പ്രൊഫഷന് ഈ സ്കിൽസ് എല്ലാം വേണം എന്നുള്ള സ്കിൽ സെറ്റ്സ് ആണ് ടെക്നിക്കൽ സ്കിൽസിൽ വരിക. അത് ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കിൽസ് ആയിരിക്കും. ചിലപ്പോൾ അതിനകത്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടായിരിക്കും, ഫ്രെയിം വർക്ക്സ്, ഡേറ്റാബേസസ്, റെലവെന്റ് ടെക്നോളജീസ്, ഇതെല്ലാം നമുക്ക് ഈ ടെക്നിക്കൽ സ്കിൽസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ സോഫ്റ്റ് സ്കിൽസ് റെലവെന്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ ജോബ്, അതാണ് സോഫ്റ്റ് സ്കിൽസ് വെക്കേണ്ടത്. ടെക്നിക്കൽ സ്കിൽസ് ആ പെർട്ടിക്കുലർ പ്രൊഫഷന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജസ്, ഇൻഡസ്ട്രി സ്പെസിഫിക് സ്കിൽസ്, ഡേറ്റാബേസ്, ടെക്നോളജീസ് ഒക്കെ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, ശരി. ഇനി സർട്ടിഫിക്കേഷൻസ് ആണ്. സർട്ടിഫിക്കേഷൻസ് വെറുതെ സർട്ടിഫിക്കറ്റിന്റെ പേര്,
മാത്രം വെക്കരുത്. നിങ്ങളൊരു ഡ്യൂറേഷൻ ചെയ്തിട്ടായിരിക്കും വെക്കുക. ചിലപ്പോൾ അത് 20 hour സർട്ടിഫിക്കേഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് 20 days സർട്ടിഫിക്കേഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് 1 month സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ആയിരിക്കും. അത് സെപ്പറേറ്റ് വെക്കുക. എഡ്യൂക്കേഷന്റെ കൂടെ സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, സർട്ടിഫിക്കേഷൻ വയ്ക്കുന്ന സമയത്ത് ആദ്യം സർട്ടിഫിക്കേഷന്റെ പേര് എന്താണോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സർട്ടിഫിക്കേഷൻ, എന്നിട്ട് അത് ഇഷ്യൂ ചെയ്ത ഓർഗനൈസേഷൻ, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കാം, ഓഫ്ലൈൻ ആവാം, വെദർ ഇറ്റ് ഈസ് എവിടെയാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ആണോ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ ആണോ ഇഷ്യൂ ചെയ്തത് അത് വെക്കുക. എന്തിനത് വെക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ അതിന് റെലവൻസ് ഇല്ല, അതിനൊരു ഒത്തന്റിസിറ്റി ഇല്ല, നിങ്ങൾ കള്ളം പറയാം, മേ ബി അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വരാം. സോ അത് പറയാ. ഇയർ ഓഫ് കംപ്ലീഷൻ, ഏത് ഇയറിലാണ് നിങ്ങൾ ഡ്യൂറേഷൻ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കാം, 40 hour സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഇൻ സോഫ്റ്റ് സ്കിൽ ലൈഫ് സ്കിൽ ട്രെയിനിങ്, ഞാൻ വെക്കുന്നതാണ് പറയുന്നത്. എന്നിട്ട് അത് എവിടെ നിന്നാണ്, ഫ്രം നേറ്റർ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ വെക്കുക. സോ അങ്ങനെ വെക്കാം. എന്നിട്ട് അതിന്റെ ഇയറും കൂടി വെക്കുക. ആൻഡ് നിങ്ങളുടെ കരിയറുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ വെക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഓക്കെ, ശരി. ഇനി നമുക്ക് എഡ്യൂക്കേഷനിലേക്ക് വരാം. എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ ഫോളോ ചെയ്യാം. ഞാനാണെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്തതാണ് ആദ്യം വെക്കേണ്ടത്. ആദ്യം ഞാൻ PG ഡിപ്ലോമ വെക്കും, അത് കഴിഞ്ഞിട്ട് PG വെക്കും, പിന്നെ UG വെക്കും. ഓക്കെ, നമ്മളെപ്പോഴും ചോദിക്കാറുള്ള ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, +2ഉം 10ഉം ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. +2ഉം 10ഉം ആഡ് ചെയ്യുന്ന കേസസ് ഏതാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ എന്താ പറയാ ഡിപ്ലോമ മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ എഡ്യൂക്കേഷൻ വളരെ കുറച്ചായിരിക്കും. സോ അതിന്റെ ഒരു ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് +2ഉം 10ഉം കൂടി ആഡ് ചെയ്യാം. ഒത്തിരി പ്രിഫർ ചെയ്യുന്നില്ല, പക്ഷെ വയ്ക്കുന്നത് തെറ്റല്ല. ഞാൻ ഇപ്പോഴും എന്റെ +2ഉം 10ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. സോ വയ്ക്കുന്നത് ഒരു രീതിയാണ്. ആദ്യം നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയോ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ല വെക്കേണ്ടത്, ആദ്യം നിങ്ങൾ പഠിച്ച കോഴ്സാണ് വെക്കേണ്ടത്, അതിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഞാനാണെങ്കിൽ MSc അപ്ലൈഡ് സൈക്കോളജി, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഇയർ ഓഫ് പാസിംഗ്, ആ ഒരു രീതിയിലായിരിക്കും വെക്കുക. സോ അത് ഫോളോ ചെയ്യുക. ഫസ്റ്റ് കോഴ്സ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ യൂണിവേഴ്സിറ്റി, ആൻഡ് ദ ലാസ്റ്റ് നിങ്ങളുടെ ഡ്യൂറേഷൻ. ഇത്രയും മാത്രം എഡ്യൂക്കേഷനിൽ വെച്ചാൽ മതിയായിരിക്കും. ഓക്കെ, ശരി. ഇനി ടൂൾസ് ആണ്. നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് പറഞ്ഞു, അതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ പ്രൊഫഷനുമായിട്ട് വേണ്ട സ്കിൽസ് ആണ്. അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് കുറെ ടൂൾസ് അറിയാം, കാര്യങ്ങൾ അറിയാം, മൈക്രോസോഫ്റ്റിൽ എക്സൽ, വേർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാം. ഗൂഗിൾ വർക്ക് സ്പേസ്, ഗൂഗിളിന്റെ അണ്ടറിലുള്ള മെയിൽ ആയിക്കോട്ടെ, ഐ മീൻ ഡ്രൈവ്, ഫോം, ഷീറ്റ്, എല്ലാത്തിലും വർക്ക് ചെയ്യാൻ അറിയാം, അത് വെക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആളായിരിക്കും, സോ എഡിറ്റിംഗ് ആപ്സ് അറിയായിരിക്കും, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് അറിയായിരിക്കും, അതിൽ നിങ്ങൾ പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൂൾസ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് യൂസ്ഡ് ഇൻ യുവർ ഫീൽഡ്, നിങ്ങളുടെ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കൊളാബറേഷൻസും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള AI ടൂൾസ് അറിയാം, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്ടിവിറ്റി ടൂൾസ് അറിയാം, ഓട്ടോമേഷൻ ടൂൾസ് അറിയാം, അതായത് മാനുവൽ വർക്ക് ഈസി ആക്കുന്ന തരത്തിലുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം. ആൻഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് ടൂൾസും വെക്കാം. ഓക്കെ, ശരി. ഇനി അച്ചീവ്മെന്റ്സ് ആണ്. അച്ചീവ്മെന്റ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, റെക്കഗ്നീഷൻസ്, കാര്യങ്ങൾ, ഓണേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുഞ്ഞുനാളിലുള്ള കാര്യങ്ങൾ തൊട്ട് വെക്കരുത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നതിന് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയല്ല. കുറച്ചുകൂടി റെലവെന്റ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് ലെവൽ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി റെലവെന്റ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ട്, പെർഫോമൻസ് ബേസ്ഡ് പ്രൊമോഷൻ, ഇല്ലെങ്കിൽ നിങ്ങൾ മുന്നേ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അച്ചീവ്മെന്റ്സിൽ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കമ്പനി സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പബ്ലിക്കേഷൻസ്, എന്തെങ്കിലും കോണ്ടന്റ് റൈറ്റിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് കാര്യങ്ങളുടെ പാർട്ടാവുക, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, ശരി. ഇനി വോളണ്ടറിങ് ആണ്. വോളണ്ടറിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏത് ഓർഗനൈസേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് ഉണ്ടാവണം. അതിൽ എന്തൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വയ്ക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെയുള്ള കേരള ബേസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് NSS, NCC, അല്ലെങ്കിൽ കോവിഡ് ടൈമിൽ എന്തെങ്കിലും ആക്റ്റീവായിട്ട് വോളണ്ടറി ചെയ്തിട്ടുണ്ട്, വേറെ NGOസിൽ ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സിൽ ആക്റ്റീവായിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ഓർഗനൈസേഷന് വേണ്ടി നിന്നിട്ടുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോളണ്ടറിങ്ങിൽ ആഡ് ചെയ്യാൻ പറ്റും. അബ്രോഡ് MNCസിലേക്ക് വരുമ്പോഴത്തേക്കും ആ ലെവൽ എന്ത് കിട്ടുന്ന ഒരു റെലവൻസ് ഉള്ള കാര്യങ്ങൾ മാത്രം വോളണ്ടറിങ്ങിൽ ആഡ് ചെയ്യുക, NGO പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. അല്ലാതെ നമ്മളുടെ ഇവിടെയുള്ള റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അബ്രോഡിലേക്കും MNCസിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് റെലവൻസ് ഇല്ലാതെ വരും. ഓക്കെ, ശരി.
ഇനി ലാംഗ്വേജസ് ആണ് നിങ്ങൾക്ക് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷ്യൻസി ലെവൽ വെക്കാം. അത് വിഷ്വലി പ്ലീസിംഗിലാണെങ്കിൽ റേറ്റിംഗ് വെക്കാം. ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പൊ 5ല് 4 സ്റ്റാർ 3 സ്റ്റാർ അങ്ങനെയുള്ളത് വെക്കാം. അങ്ങനെ നിങ്ങൾക്ക് വിഷ്വലി പ്ലീസിംഗിലാണെങ്കിൽ റേറ്റിംഗ്സും വെക്കാം. എന്നാൽ യെസ്, ഇനി ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. വിഷ്വലി പ്ലീസിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റേറ്റിംഗ്സും കാര്യങ്ങളും വെക്കാം. അല്ലാതെ ആണ് എങ്കിൽ ATSലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷ്യൻസി എഴുതാം. ഇന്റർമീഡിയറ്റ് ഇന്ന രീതിയിൽ ഒരു സെന്റൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലാംഗ്വേജിലുള്ള പ്രൊഫഷ്യൻസി എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഒരു ഫ്ലുവന്റ്, മലയാളം നേറ്റീവ് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് വിഷ്വലി പ്ലീസിംഗിലേക്ക് ആഡ് ചെയ്യാം. ATSലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഇനി ഹോബീസ് ആഡ് ചെയ്യേണ്ടതുണ്ടോ, ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഹോബീസ് റെലവെന്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ള ഹോബീസ് ആണെങ്കിൽ ആഡ് ചെയ്യരുത്. ഇനി നിങ്ങളുടെ പെർട്ടിക്കുലർ പ്രൊഫഷനെ ബൂസ്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന, പ്രൊഡക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹോബീസ് നിങ്ങൾക്കുണ്ട്. ഗൂഗിൾ ചെയ്യാറുണ്ട്, സെർച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്, റിസർച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്, പുതിയ പുതിയ ടൂൾസ് പഠിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഹോബീസ് ആയിട്ട് വെക്കാം. അല്ലാതെ എപ്പോഴും വെക്കുന്ന പോലെ വാച്ചിങ് TV, ലിസണിങ് ടു മ്യൂസിക്, ഫോട്ടോഗ്രാഫി, ട്രാവലിംഗ്, അതൊക്കെ നിങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണെങ്കിൽ ഷുവർ ആയിട്ട് വെക്കാം. പക്ഷെ അതുമായിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും റീഡിങ് ബുക്സ് ഒക്കെ വായിക്കാറുണ്ട്. റീസെന്റ് ആയിട്ട് റീഡ് ചെയ്ത ബുക്ക് ഏതാന്ന് ചോദിച്ചപ്പോൾ ഇന്നോണ്ടൊക്കെ വായിച്ചതാന്ന് പറയും. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എവിടെ ട്രാവൽ ചെയ്ത സ്ഥലങ്ങൾ ഏതാന്ന് ചോദിക്കുമ്പോൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് മാം, പക്ഷെ ഇതുവരെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള തരത്തിൽ പറയും. അത് ഹോബിയല്ല, അത് നിങ്ങളുടെ ഡിസയർ ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് വേണോ വേണ്ടയോ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, മാരിറ്റൽ സ്റ്റേറ്റസ്, ജെൻഡർ, അഡ്രസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണോ എന്നുള്ളതാണ്. അഡ്രസ് ഞാൻ പറഞ്ഞു ലൊക്കേഷൻ ആയിട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ചില കാര്യങ്ങൾ ഞാൻ MNC അതിലൊക്കെ വരുമ്പോൾ അഡ്രസ്സിനും അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫുൾ അഡ്രസ്. ഓക്കെ, ശരി. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇഫ് റിക്വയർഡ് ആണെങ്കിൽ മാത്രം വെച്ചാൽ മതി. അതായത് അവർ ചോദിക്കുകയാണ്, ഈ ഒരു വർഷത്തിൽ 30 വയസ്സ് തികയുന്ന 20 to 30 ആ ഒരു ഏജിനകത്തുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. യു ഹാവ് ടു ആഡ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ യുവർ റെസ്യൂമെ. അല്ലാതെ നിങ്ങളുടെ നാഷണാലിറ്റി ചോദിക്കുന്ന സിറ്റുവേഷൻ ഇന്ത്യൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. സോ യു ഹാവ് ടു ആഡ് യുവർ നാഷണാലിറ്റി. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാവൂ, ജെൻഡർ ആഡ് ചെയ്യണം. മെയിൽ കാൻഡിഡേറ്റ്സ് ജെൻഡർ ആഡ് ചെയ്യണം. അതുപോലെ അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കുവാണ്. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെറിറ്റൽ സ്റ്റേറ്റസ് ആഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ വക കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളുടെ ഒരു പ്രൊഫഷണാലിറ്റി പോകുന്നത് പോലുള്ള ഒരു ഇംപ്രഷൻ കിട്ടും. സോ പക്ഷെ റിക്വയർഡ് ആണ് എങ്കിൽ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം ഇതൊന്നും വേണ്ട. നമ്മൾ എന്താ പറയാ, ഒരു കല്യാണാലോചന സെറ്റപ്പിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ്. നമ്മൾ അങ്ങനെയാണ് പൊതുവെ പറയാറ്. ഓക്കെ, നമ്മള് കുട്ടികളുടെ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ കല്യാണം ആലോചിക്കാനല്ല പോകുന്നത്, അതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറയാറുണ്ട്. യെസ്, റെഫറൻസ് പറയുമ്പോൾ റെഫർ ചെയ്യേണ്ടത് നിങ്ങളെ ബോത്ത് പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. അല്ലാണ്ട് പേഴ്സണലി മാത്രം അറിയാവുന്ന ചെയ്യരുത്. നിങ്ങളുടെ ട്രെയിനേഴ്സ് ആവാം, ട്യൂട്ടേഴ്സ് ആവാം, നിങ്ങളുടെ മുന്നേ വർക്ക് ചെയ്ത കൊളീഗ്സ് ആവാം, അവരെയൊക്കെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ആഡ് ചെയ്യാം. അവരുടെ ഡെസിഗ്നേഷനും കമ്പനിയും വേണം, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും വേണം. പക്ഷെ അവരോട് പെർമിഷൻ ചോദിച്ചിരിക്കണം. ഞാൻ ഇങ്ങനെ എന്റെ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് എന്താ പറയാ റെഫറൻസ് ആഡ് ചെയ്തോട്ടെ എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ അവര് വിളിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഇവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പറയും. അത് നമുക്കൊരു നെഗറ്റീവായിട്ട് വരും. ഓക്കെ, റെഫറൻസും ഞാൻ പറഞ്ഞില്ല കമ്പൽസറി അല്ല. ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് വയ്ക്കാം. അല്ലാത്ത പക്ഷം റെഫറൻസ് വെക്കേണ്ട ആവശ്യം ഇല്ല. വയ്ക്കുന്നത് കൊണ്ടും തെറ്റില്ല. അതാണ് പോയിന്റ്. യെസ്, ഇതുകൂടി പറഞ്ഞ് നമുക്കൊന്ന് തിങ്സ് ടു റിമെമ്പർ ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്, ബട്ട് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഒന്നുകൂടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. കോൺടാക്ട് നമ്പർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് കൺട്രി കോഡ് ഉള്ളതായിരിക്കണം. പ്രൊഫഷണൽ മെയിൽ ID ആയിരിക്കുക. സിംഗിൾ ഫോണ്ട് യൂസ് ചെയ്യുക. വിഷ്വലി പ്ലീസിംഗ് ആണ്, എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആക്കാൻ വേണ്ടിയിട്ട്, അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പല ഫോണ്ടിൽ പല കളറിൽ ചെയ്യരുത്. സിംഗിൾ ഫോണ്ട് തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫോണ്ട് യൂസ് ചെയ്യണമെങ്കിൽ സബ്ഹെഡിങ്സും കോണ്ടാക്ടും തമ്മിൽ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 2 ഫോണ്ട് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. സിംഗിൾ ഫോണ്ടാണ് നല്ലത്. ഓക്കെ, സോറി. ഫോളോ ഹയറാർക്കി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ ഒരു ഓർഡറിലാണ് പറഞ്ഞത്. ആ ഒരു ഓർഡറിൽ കാണുമെങ്കിൽ കുറച്ച്
കുറച്ചുകൂടി രസമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എസ്തെറ്റിക്കലി ഗുഡ് ആയിരിക്കും നിങ്ങളുടെ റെസ്യൂമെ എന്ന് പറയുന്നത്. പ്രസന്റബിൾ ആയിരിക്കും. സോ ആ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് പൊതുവെ ഈ ഒരു എഡ്യൂക്കേഷൻ വെക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും കോഴ്സും ഒക്കെ കംപ്ലീറ്റ് ക്യാപ്സിൽ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ പോരുത്. അത് സെന്റൻസ് കേസിൽ തന്നെ വെക്കുക. നമുക്ക് എല്ലാം ഇങ്ങനെ ക്യാപ്സിൽ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ട് വരും. സോ അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ശരി. ഹെഡർ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരാണ് ഹെഡിങ്. അത് എപ്പോഴും ഒരു 16 റേഞ്ചിലായിരിക്കണം സൈസ് വരേണ്ടത്. ടൈറ്റിൽ ഒരു 14 റേഞ്ചിൽ വരാം. കോണ്ടന്റ് ഒരു 12 ആയിരിക്കണം കോണ്ടന്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ടത്. ആൻഡ് ഇത് മാറും, നിങ്ങളെ ഫോണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫോണ്ട് അനുസരിച്ച് മാറും. പിന്നെ വളരെ പ്ലേഫുൾ ആയിട്ടുള്ള കോമിക് ആയിട്ടുള്ള ഫോണ്ട് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ശരി. പിന്നെ ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്ത് ഒന്നോ രണ്ടോ. ഇപ്പൊ വിഷ്വലി പ്ലീസിങ് ആണെങ്കിൽ ഞാൻ കാണിച്ച റെസ്യൂമെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒന്ന് വളരെ ബ്രൈറ്റ് ആണ്, ലൈറ്റ് ആണ്, എവിഡന്റ് ആയിട്ട് മനസ്സിലാവും. ചിലർ ചൂസ് ചെയ്യുന്നത് പേസ്റ്റൽ കളേഴ്സും എന്താ പറയാ വൈറ്റും ആയിരിക്കും. സോ ദാറ്റ് ഡസൻ മേക്ക് എ ഡിഫറൻസ്. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇമ്പാക്ട് വരില്ല വിഷ്വലി പ്ലീസിങ്ങിന്റെ. സോ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് ബ്രൈറ്റും ലൈറ്റും ആവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുകൊണ്ട് കിളിപ്പച്ച അങ്ങനെയുള്ള ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്ക് പോരുത്, ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലേക്ക് പോരുത്. ആൻഡ് ബ്ലാങ്ക് സ്പേസ് നമുക്ക് എപ്പോഴും വരാനുള്ള ടെൻഡൻസിയാണ്. രണ്ട് സൈഡ് നമ്മൾ 2 കോളമാണ് വിഷ്വലി പ്ലീസിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെയും ഇങ്ങനെയും വരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കോണ്ടന്റ് റിച്ച് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ഇത്ര ഉണ്ടാവും. അങ്ങനെ വരരുത്, ബ്ലാങ്ക് സ്പേസ് വരരുത്. പിന്നെ ഫ്രഷർ ആയതുകൊണ്ട് എനിക്ക് സെക്കൻഡ് പേജ് ഓപ്റ്റ് ചെയ്തുകൂടെ, ഒറ്റ പേജ് നിൽക്കണമെന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ പൊതുവെ കാണാറുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് സെക്കൻഡ് പേജ് കൊണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയാനുണ്ട്, അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് പേജ് യൂസ് ചെയ്യുക. പക്ഷെ സെക്കൻഡ് പേജ് യൂസ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് 75% കോണ്ടന്റ് ഉണ്ടാവണം. അല്ലാണ്ട് ഒരു വാക്ക് വെക്കാൻ അല്ലെങ്കിൽ 2 സെന്റൻസ് വെക്കാൻ നിങ്ങൾ സെക്കൻഡ് പേജ് ചൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ശരി. പിന്നെ അങ്ങനെ വരുമ്പോൾ ബ്ലാങ്ക് സ്പേസ് ഒത്തിരി വരും, അങ്ങനെ ചെയ്യാതിരിക്കുക. കോമിക് ആയിട്ട് പ്ലേഫുൾ ആയിട്ടുള്ള ഫോണ്ട് യൂസ് ചെയ്തതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പേഴ്സണൽ ഡീറ്റെയിൽസ് റിക്വയർഡ് ആണെങ്കിൽ മാത്രം വെക്കുക. ഹോബീസ് റെലവെന്റ് ആയിട്ടുള്ളത് വെക്കുക. ഓക്കെ, യെസ്. ഇനി യെസ്, താങ്ക് യു. ഇത്രയാണ് എനിക്ക് എന്താ പറയാ ഈ ഒരു റെസ്യൂം ബിൽഡിങ്ങിന്റെ സെഷനിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുവിധം ഞാൻ എല്ലാം കവർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്പീഡ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കറന്റ്ലി ഉള്ള നിങ്ങളുടെ കയ്യിലുള്ള റെസ്യൂമെയും ഇതും തമ്മിലൊരു ഐഡിയ വന്നിട്ടുണ്ടാകും. ഓക്കെ, താങ്ക് യു അഖില. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെഷൻ ആയിരുന്നു. നമ്മൾ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ കേട്ട പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ പുതിയ CV പ്രിപ്പറേഷൻ റെസ്യൂം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് Q&A സെഷനാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 പേര് ചാറ്റിൽ ചോദിച്ചിട്ടുണ്ട് അഖില. ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കോഴ്സിന് ശേഷം, അതായത് നമ്മൾ ഗ്രാജുവേഷന് ശേഷം ചെയ്യുന്ന അഡീഷണൽ കോഴ്സസ്, ട്രെയിനിങ്സ്, അതെല്ലാം എഡ്യൂക്കേഷന്റെ അണ്ടറിൽ തന്നെയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ PG ഡിപ്ലോമ ഇല്ലെങ്കിൽ അതിന്റെ ഫെർദർ സ്റ്റഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷനിൽ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫീൽഡാണ് പഠിച്ചിട്ടുള്ളത്, അതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ബേസിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷനിൽ ആഡ് ചെയ്യാം. പക്ഷേ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് ഇതുപോലെ ഒരു ഫുൾ ടൈം റെഗുലർ ആയിട്ട് ഉണ്ടാവില്ല, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലേക്കുള്ളതായിരിക്കും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യുക, സർട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ പഠിക്കുക, ചിലപ്പോൾ BCom ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ നേരെ MBAയിലേക്കാണ് പോയത്, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്ത് വേറെ ഇതിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് എഡ്യൂക്കേഷൻ തന്നെയാണ്. പക്ഷെ ഈ MBA ആയിട്ട് റിലേറ്റ് ചെയ്ത HR ഇന്റേൺഷിപ്പ് ചെയ്തു, അല്ലെങ്കിൽ HR സർട്ടിഫിക്കേഷൻ ചെയ്തു, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്തതെങ്കിൽ അത് സർട്ടിഫിക്കേഷനിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അഖില, സ്പെസിഫിക് ഫോണ്ട്, അതെ. ഫോൺ സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഈ ടൈംസ് ന്യൂ റോമൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത് എന്തായിരിക്കും, നല്ലതായിരിക്കും. കാരണം
ഒത്തിരി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാനത് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഷെയർ ചെയ്തിട്ട് തരാം. അതായത് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമിക് അല്ലെങ്കിൽ പ്ലേഫുൾ ആയിട്ടുള്ള ഫോണ്ടും എന്നാൽ ഇപ്പൊ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന ഫോണ്ടും തമ്മിലുള്ളത് ഞാനൊരു ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം. വേറെന്തോ ക്വസ്റ്റ്യൻ, ഞാൻ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. ഞാനൊരു റെസ്യൂം മോഡൽസ് ഇപ്പോൾ വിഷ്വലി പ്ലീസിങ്ങിന്റെ ആയാലും കുറച്ച് വേർഡ് ഫോർമാറ്റും എന്താ ATSന്റെ ഉണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, വിഷ്വലി പ്ലീസിങ് എൻ്റെ ഉണ്ട്, ATSും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ആൻഡ് ഫോൺ സ്റ്റൈൽസ് ഞാൻ നോട്ട് എന്തൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത്. ഓക്കെ, റെസ്യൂം ടെംപ്ലേറ്റ്സ് ഇട്ടേക്കാം. ഒപ്പം ഈ ഒരു സ്ലൈഡ് അല്ല, ഈ ഒരു PPT ആയിരിക്കും ഉദ്ദേശിച്ചത്. സോ അത് ഞാൻ ഇട്ടേക്കാം. ആൻഡ് ഫോൺ സ്റ്റൈൽസ് ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ഹൈപ്പർ ലിങ്ക് ആഡ് ആക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണണം. ഇപ്പൊ നിങ്ങളൊരു UI UX ഡിസൈനർ ആണ്, സോ യു ഹാവ് ടു ആഡ് യുവർ പോർട്ട്ഫോളിയോ ഇൻ യുവർ റെസ്യൂമെ. സോ അത് ആഡ് ആക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഇൻ ഹാൻഡ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഹൈപ്പർ ലിങ്ക് കൊണ്ടിട്ട് യൂസേജ് ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ, ഇൻ ഹാൻഡ് കൊണ്ടുപോകുന്ന ഹാർഡ് കോപ്പി കൊണ്ടുപോകുന്നതിൽ ആഡ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. സോഫ്റ്റ് കോപ്പിയിൽ ആഡ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഈവൻ ലിങ്ക്ഡിനായാലും നമ്മൾ വേറൊരു സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. സോ അത് യൂസ് ആക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, യെസ്. അടുത്ത് എന്തോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രഷർ റെസ്യൂമേല് വാട്ട് ടു ആഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ്. ഫ്രഷർ ആണ് എങ്കിൽ ഇന്റേൺഷിപ്പോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആഡ് ആക്കാം. ഇന്റേൺഷിപ്പ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ആഡ് ആക്കണ്ട. വർക്ക് എക്സ്പീരിയൻസ് വെക്കണ്ട. വർക്ക് റിലേറ്റഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഫ്രീലാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ആർക്കെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള വർക്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ആക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കാം. എന്തെങ്കിലും പ്രൊജക്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ആക്കാം. വർക്ക് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ഫ്രഷർ ആണ് എങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ആ സമയത്ത് നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്രൊജക്ട് എക്സ്പീരിയൻസ് ഉണ്ട്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കട്ടെ. PPT പ്രസന്റേഷൻ ഗ്രൂപ്പിലിടാം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. അതിന്റെ കൂടെ എനിക്ക് നമ്മളെ പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് ഒരു സജഷൻ അഖിലയോട് പറയാനുള്ളത്, നമ്മൾ CV പ്രിപ്പയർ ചെയ്തിട്ട് അയക്കുമ്പോൾ അതിനൊരു പ്രോപ്പർ നെയിമിങ് ഇല്ലാതെ പല നമ്പറുകൾ, അതിനെ കുറിച്ചും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാരണം നമ്മൾ CV അയക്കുമ്പോൾ സേവ് ചെയ്യുമ്പോൾ ഇതെന്താണ് സംഭവം അറിയാത്ത. അതെ, ഓക്കെ. യെസ്, അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഞാനത് വിട്ടുപോയതാണ്, അല്ലെങ്കിൽ ഞാനത് പൊതുവെ ഇങ്ങനെ പറയുന്ന കാര്യമാണ്. നമ്മൾ അത് പൊതുവെ പറയാറ് ഈ ഒരു ഇന്റർവ്യൂ സ്കിൽസ് ഒക്കെ പറയുന്ന സമയത്താണ്. സോ അതുകൊണ്ട് ഞാൻ വിട്ടുപോയത്, സോറി. പലപ്പോഴും പറ്റാറുണ്ട് ഈ ഒരു പേര് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒത്തിരി റെസ്യൂമ വരുന്ന സമയത്ത് ഇവരെന്താ അയച്ചിട്ടുള്ളത്, ഏതാ അയച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ അയക്കുന്ന സമയത്ത് റെസ്യൂമേ എന്നിട്ട് ഒരു ഹൈഫൺ ഇട്ട് നിങ്ങളുടെ പേര് അങ്ങനെയുള്ള രീതിയിൽ PDF ഫോർമാറ്റ് സേവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്താ പറയാ, ട്രെയിൻ ടിക്കറ്റ് വന്നിട്ടുണ്ട്, ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് അതിന്റെ PDF ഹിയർ ബൈ അറ്റാച്ചിങ് മൈ റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞ് അയച്ചത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അവൻ ഒരു മാസം മുമ്പ് എന്തോ എവിടെ പോയിട്ടുള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു. സോ അങ്ങനെയുള്ള മിസ്റ്റേക്സ് വരും. ക്രോസ് ചെക്ക് ചെയ്തിട്ട് അയക്കുക. അതിനോടൊപ്പം പ്രോപ്പർ ആയിട്ട് നെയിമിങ് ചെയ്തു അയക്കുക. താങ്ക് യു സോ മച്ച് സാർ, അത് റിമൈൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ നമ്മൾ എന്താ പറയുക, എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ, എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പീരിയൻസും സ്കിൽസും വാലിഡ് ആണ്. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് എന്ന് പറഞ്ഞു കണ്ടിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കരുത്. യു ഹാവ് ടു അപ്ലൈ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻസ്. ആ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഇല്ല എങ്കിൽ നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സ്കിൽ സെറ്റും കാര്യങ്ങളും എന്നുണ്ടാവുക ഉണ്ട് എന്നുള്ളത് ഷോക്കേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും. സോ നമ്മൾ ഇത്ര നാളത്തെ 1 to 2 years എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കരുത്.
അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളെ എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അൺപെയ്ഡ് ആയിട്ടൊക്കെ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ചെയ്യുക. കാരണം ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഇസ് ഇക്വലന്റ് ആസ് വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഓർഗനൈസേഷണൽ സെറ്റിംഗ് പോകുന്നത്. സോ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസും അവർ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മളൊരു 2 or 3 months ആണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് സിവിയിൽ മെൻഷൻ ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്, അതോ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെയാണോ? ഇതൊരാൾ ചോദിച്ച ഡൗട്ടാണ്. ഓക്കെ. അത് എന്തുകൊണ്ട് അവിടെ നിന്ന് റിലീവ് ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തി എന്നുള്ളത് കാരണം അനുസരിച്ചിരിക്കും നിങ്ങൾ അത് ആഡ് ആക്കണോ വേണ്ടേ എന്നുള്ളത്. കാരണം ആ കമ്പനിയിലേക്ക് നിങ്ങളെ വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരൊരു നല്ല റിവ്യൂ ആണ് വരുന്നത് എങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ സ്വിച്ച് ചെയ്യുകയാണല്ലോ, സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ഫീൽഡുമായിട്ട് റെലവെന്റ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇപ്പൊ ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനർ ആണ്, ഈ ഒരു ജോബിൽ ഞാൻ 3 മാസമേ ഇവിടെ വർക്ക് ചെയ്തോളൂ, ഞാൻ ഇറങ്ങി. ഓക്കെ, എന്നിട്ട് ഞാൻ കോർപ്പറേറ്റ് ട്രെയിനർ വേറൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പീരിയൻസ് റെലവെന്റ് ആണ്, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് എന്തിനിറങ്ങി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ ആ റീസൺ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ അത് വെക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. ഈ ഇടയ്ക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ എക്സ്പീരിയൻസ് വയ്ക്കാൻ പറ്റില്ല, ഞാൻ 6 മാസമാണ് നിന്ന, പക്ഷെ അവിടുന്ന് ഇറങ്ങിയത് കുറച്ച് വഴക്കൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസസിൽ വയ്ക്കരുത്, വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വയ്ക്കാം. നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഇപ്പോൾ 3 months വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക്, നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യാ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു പാഷനിലേക്കുള്ള സ്റ്റഡീസിന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ യു ക്യാൻ ആഡ് യുവർ എക്സ്പീരിയൻസ്. ഓക്കെ, അതർവൈസ് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ATS സ്കാനിങ് സോഫ്റ്റ്വെയർസ് എന്നില്ല, നമുക്ക് ChatGPT തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ATS സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്യൂമെ അറ്റാച്ച് ചെയ്ത് പറയാൻ പറ്റും. ATS സ്കാനിങ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ് ഗൂഗിൾ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അവരെല്ലാം അതിന്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ച് നമ്മുടെ കൊടുക്കുന്ന ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യൂ, അതിന് വേണ്ടിയിട്ടാണ് സ്കോറിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കോറിങ് ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് അതിന് ChatGPT നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറയാ, അത് കഴിഞ്ഞിട്ട് അതിലെ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറയാ, പിന്നെ നിങ്ങളുടെ റെസ്യൂമെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതിലെ കീവേഡ്സും എന്താ പറയാ നോക്കാൻ പറയാം, ജനറേറ്റ് ചെയ്യാൻ പറയാ, ദെൻ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയാ. ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും, ഓക്കെ എന്തൊക്കെ കീവേഡ്സ് ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കീവേഡ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഈവൻ ആ പെർട്ടിക്കുലർ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമെ ടൈലർ ചെയ്ത് വരെ തരും, പക്ഷെ അത് അതുപോലെ എടുക്കരുത്. അതിൽ നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അത് അയ്യോ ഓക്കെ ശരി. റെസ്യൂം ബിൽഡിംഗ് ഞാൻ പറയുകയാണെങ്കിൽ വേർഡിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നുള്ളത് ഞാൻ പറയും. കാരണം നമുക്ക് എപ്പോഴും ഒരു എഡിറ്റബിൾ ഫോർമാറ്റിൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. ക്യാൻവ അതൊക്കെ യൂസ് ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ അതിന്റെ ഫോർമാറ്റിംഗ് മാറാനുള്ള ചാൻസ് എന്ത് ചെയ്യാൻ പറ്റും കൂടുതലാണ്. പിന്നെ വീണ്ടും നമ്മൾ അത് എഡിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ ക്യാൻവയിൽ കയറുക, ആ പെർട്ടിക്കുലർ ടെംപ്ലേറ്റ് എടുക്കുക, എഡിറ്റ് ചെയ്യുക. പിന്നെ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് PDF ഫോർമാറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ റീഡ് ചെയ്യുന്ന സെലക്ടബിൾ ടെക്സ്റ്റ് വരാനുള്ള പ്രശ്നം കണ്ടുവരുന്നുണ്ട്. സോ ഞാൻ എപ്പോഴും വേർഡിലായിരിക്കും ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ടെംപ്ലേറ്റ്സും വേർഡിലുള്ളതായിരിക്കും. ഇനി ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഒരു വർക്ക് എക്സ്പീരിയൻസോ ഇന്റേൺഷിപ്പോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അക്കാഡമിക്കലി പ്രൊജക്ട് എക്സ്പീരിയൻസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് ആഡ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആഡ് ആക്കാൻ പറ്റും. ടെക്നിക്കൽ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു ഐ മീൻ വർക്ക് എക്സ്പീരിയൻസോ ഇന്റേൺഷിപ്പോ ഒന്നും ഇല്ല എങ്കിലുള്ള കേസാണ് പറഞ്ഞത്. ഓക്കെ, ഫ്രീ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന്
എന്റെ ടെക്നിക്കൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാവേ. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിനെ പറ്റിയിട്ട് എനിക്കിപ്പോ വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഞാൻ എന്തായാലും അതൊന്ന് ടെക്നിക്കൽ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. ഓക്കെ, സോറി. സോ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. ഹലോ അഖില. ഓക്കെ, പറഞ്ഞു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു ക്വറിയും കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ അഡ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, how can we divide each section? Can we use lines for dividing? ലൈൻസ് എന്നുള്ളതില്ല. നിങ്ങൾക്ക് ഞാൻ എന്റെ ഈ ഒരു കാര്യത്തിൽ കണ്ടിട്ടുണ്ടാവും. സെക്ഷൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ലൈൻസ് ഉണ്ട്. ATS-ൽ പൊതുവെ ലൈൻസ് ഉണ്ടാവും. ഞാൻ അതാ പറഞ്ഞ ടൈറ്റിൽ എപ്പോഴും ഒരു എന്താ പറയാ 14 hour റേഞ്ചിലും കോണ്ടന്റ് 12 റേഞ്ചിലും ആണെങ്കിൽ 11 റേഞ്ചിലും ആണെങ്കിൽ നിങ്ങൾക്ക് എവിഡന്റ് ആയിട്ട് ആ ഒരു എന്താ പറയാ ഹെഡിങ്ങും ഇല്ലെങ്കിൽ അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഈവൻ വിഷ്വലി പ്ലീസിംഗിലേക്ക് വരുമ്പോഴായാലും ഐക്കൺസ് യൂസ് ചെയ്യാം കേട്ടോ. ഓരോന്നിനും ഐക്കൺസ് യൂസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സെക്ഷനും ഏതാന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സം ഓർഗനൈസേഷൻ പ്രൊവൈഡ് ഇന്റേൺഷിപ്പ് ബൈ പ്രൊവൈഡിംഗ് ഫീസ് ടു ദം ആൻഡ് ദേ പ്രൊവൈഡ് ട്രെയിനിങ് ഇൻ സം ടെക്നോളജീസ്. ഇസ് ഇറ്റ് കൺസിഡർ ആൻ ഇന്റേൺഷിപ്പ് ഓർ സ്റ്റൈഫൻ ബേസ്ഡ് ഇന്റേൺഷിപ്പ് ഇസ് കൺസിഡർ? ഇന്റേൺഷിപ്പ് തന്നെയാണ്. അങ്ങോട്ട് നമ്മള് ഇപ്പൊ അവർക്ക് ഫീസ് അടച്ചിട്ട് ഇന്റേൺഷിപ്പ് ചെയ്താലും അത് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ടു എക്സ്പ്ലോർ മാക്സിമം. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ ലഭിക്കാൻ പറ്റുന്ന എല്ലാ ജോബ് റോൾസും ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതും ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളത് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്റ്റൈഫന് മാത്രം അങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സോ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പ്രശ്നമില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് ഫീസ് കൊടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ അഖില, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബിഹാഫ് ഓഫ് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റി ഞങ്ങൾ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു ഈ ഒരു സെഷന് വന്നതിനും ഞങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തതിനും. പിന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറയാനുള്ളത്, ഇനിയും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി ടോപ്പിക്സ്, അതായത് നമ്മളൊരു CV പ്രിപ്പയർ ചെയ്തു, ഇനി അത് HR-ന് അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇന്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഈ സബ്ജക്ട്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ഇനി നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് നൈറ്റ്. Okay, thanks Akhila. താങ്ക് യു സോ മച്ച്.